പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം കണ്ണടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ നമ്മിൽ വസിക്കുന്നു. ഈശോ നമ്മിൽ വസിക്കുന്നത് നമ്മുടെ ആത്മാവിൽ ഈശോയുടെ സജീവമായ സാന്നിധ്യം വചനത്തിലൂടെയും ആത്മാവിലൂടെയും ഈശോ നമ്മിൽ ജീവിക്കുന്നു. ആ ബോധ്യത്തിൽ ഒരിക്കൽ കൂടി വന്ന് നമ്മുടെ ആത്മാവിൽ ഈശോ ലയിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ഈശോയുടെ ഒരു ചിത്രമോ ഈശോയുടെ ഒരു ചിന്തയോ അല്ല, മറിച്ച് ഇരുണ്ട രാത്രിയുടെ ഒരനുഭവമാണത്. ആ ലയനം അതൊരു ലയനമാണത്. ഒരു മണവാളൻ മണവാട്ടി ബന്ധമാണ് അവിടെ. അങ്ങനെ ലയിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഇരുണ്ട രാത്രിയുടെ നീണ്ട അനുഭവത്തിലേക്ക് നമ്മൾ പോകുന്നത്. അത് ഞാൻ പ്രോംപ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലും കുറേ സമയങ്ങളിങ്ങനെ ഇരുന്ന് ലയിക്കണം. വേറെ ആരുടെയും വോയിസ് അതിൻ്റെ വരാൻ പാടില്ല. ഇതൊരു ഗൈഡൻസ് മാത്രമായിട്ടാണ് ഞാൻ തരുന്നത് ഇപ്പോൾ. പക്ഷെ അവിടെ മണവാളൻ തന്നെ നിങ്ങളെ നയിച്ചുകൊള്ളും. മണവാളൻ തന്നെ ആ വിശ്വാസത്തിൻ്റെ കടുകുമണി, അതായത് വിശ്വാസത്തിൻ്റെ സാന്ദ്രത മുഴുവനും നമ്മുടെ ആത്മാവിനെ പുലുകിക്കൊണ്ട് നമ്മളെ സ്നേഹം കൊണ്ട് വലിഞ്ഞു മുറുകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ പൊങ്ങിപ്പോണ മാതിരിയൊക്കെ തന്നെ നമുക്ക് തോന്നും. നമ്മൾ ഈ ലോകത്തിലൊന്നും അല്ലാന്ന് തോന്നും. നമ്മൾ ആ ആഭ്യന്തര ഹർമ്മ്യങ്ങളുടെ പല തട്ടുകളിലേക്ക് ഉയർത്തപ്പെടും. അതോടൊപ്പം ഭീകരമായ വേദന, ഈശോയുടെ ഭയാനകമായ വേദനകൾ നമുക്കുണ്ടാവും. അതോടൊപ്പം മിസ്റ്റിക്കലായിട്ടുള്ള നിഗൂഢമായ, ഇന്നേവരെ അറിയാത്ത, ഇന്നേവരെ ആരും പറഞ്ഞ് കേൾക്കാത്ത പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാവും. കൊച്ചു ത്രേസ്യ, നമ്മൾ കൊച്ചു ത്രേസ്യ അല്ല, നമ്മൾ യോഹന്നാൻ ക്രൂസ് അല്ല, നമ്മൾ അമ്മ ത്രേസ്യ അല്ല, നമ്മൾ ഫ്രാൻസിസ് അസീസി അല്ല, നമ്മൾ മറ്റൊരു വിശുദ്ധനാണ്. അവരിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് സ്വീകരിക്കാം. എന്നിരുന്നാലും നമ്മളുമായിട്ട് പ്രത്യേകമായിട്ട് ഈശോന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടാവും. നമ്മളാകുന്ന ഒരു വിശുദ്ധനെ രൂപപ്പെടുത്തുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പോൾ തോമസ് പോൾ എന്ന് പറയുന്നത് ഒരു വിശുദ്ധനാണ്, ഇല്ലേ? നിങ്ങളൊരു വേറെ വിശുദ്ധരാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഈശോ ഓരോ വിശുദ്ധരായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധരെല്ലാവരുടെയും സഹപൗരരാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ഒന്നാണ് കൊച്ചുത്രേസ്യ, അമ്മ ത്രേസ്യ. നമ്മളും ആ അവയവത്തിലെ ഒരു വിശുദ്ധനാണ്. പൗലോസ്ലീഹ ഭരണമാരി എല്ലാവരെക്കാളും ചെറിയ ഒരു അപ്പസ്തോലൻ എന്ന് പറഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളെ അഹങ്കരിക്കാനോ ഒന്നുമല്ല, ഒരു സത്യം മനസ്സിലാക്കണം. അന്ന് കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, കൊച്ചു ത്രേസ്യയ്ക്ക് കൊടുത്ത ഉൾക്കാഴ്ചയും അവരുടെ പ്രാർത്ഥനാ രീതിയും ഫസ്റ്റീനയ്ക്ക് കൊടുത്ത പ്രാർത്ഥനാ രീതിയും
പോരാ ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം അന്ന് അവരുടെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വെല്ലുവിളികളാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ. ശരിയാണോ അല്ലയോ? അതുകൊണ്ട് തന്നെ അതിനേക്കാൾ വീര്യമുള്ള ഒരാത്മീയത നമുക്ക് ഇന്ന് തരാൻ ദൈവം തീർച്ചയായിട്ടും ഒരുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ 5 ദിവസം കൊണ്ട് ഇത്രേ കാര്യമൊക്കെ പഠിച്ചെന്ന് പറയണത് തന്നെ ഇത് വലിയൊരു കാര്യമാണ് ഇല്ലേ? ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് സമയം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് കഴിയുമ്പോൾ ഇങ്ങനെ വിചാരിക്കരുതേ, അത് പറഞ്ഞില്ലല്ലോ, അതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിരുന്നേനെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അപ്പം നിങ്ങൾ ചിന്തിക്കണം, ഇത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ആ ഒരു പരിമിതി കൊണ്ട് നമ്മൾ ഇത്രയേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് ദുഃഖിക്കരുത്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇരുണ്ട രാത്രി എന്ന് പറയുമ്പോഴെല്ലാം ഇത് യോഹന്നാൻ ക്രൂസ് അനുഭവിച്ച് ഇരുണ്ട രാത്രിയുടെ ഒരു പ്രാരംഭമാണെന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞേക്കണത്. പറഞ്ഞോ ഇല്ല, അത് നിങ്ങൾ മനസ്സിൽ കാണണം. ഇത് അതിലേക്കുള്ളൊരു പ്രാരംഭമാണ്. ഇനി നിങ്ങൾ ആ ഇരുണ്ട രാത്രിയുടെ ആഴമായ അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ യോഹന്നാൻ ക്രൂസിനെ ആരും പഠിപ്പിച്ചിട്ടല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ് അദ്ദേഹത്തെ നയിച്ചത് ഇല്ലേ? എന്ന പോലെ നമ്മളീ നയിക്കും. ഞാൻ ഈ ആന്തരിക ലയന പ്രാർത്ഥനയിലേക്ക് വന്നപ്പോൾ ഈ യോഹന്നാൻ ക്രൂസോ അമ്മ ത്രേസ്യയുടെയോ പുസ്തകം വായിച്ചിട്ടല്ല, മനസ്സിലാക്കണം കേട്ടോ. നിങ്ങളാരോ പറഞ്ഞില്ലേ, അന്ന് ഡിവൈനിൽ വെച്ച് സിസ്റ്റേഴ്സിൻ്റെ ഒരു ധ്യാനം ഉണ്ടായി. 1997-98 ഭാഗത്താണ്. അപ്പോൾ ഞാൻ ബോംബെയിലാണ്. ബോംബെയിൽ നിന്ന് ഞാൻ വരും ധ്യാനത്തിനൊക്കെ, എന്നിട്ട് വീണ്ടും ബോംബെക്ക് തിരിച്ചു പോകും. പനക്കിലച്ചൻ പറഞ്ഞു, തോമസ് പോൾ സിസ്റ്റർമാർക്കും അച്ഛന്മാർക്കും ഒരു ധ്യാനം നടത്തും. ഞാനോ? നടത്താം. ധ്യാനത്തിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചു, ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നറിയാനായിട്ട്. അപ്പോൾ ഡിവൈനിൽ നിന്ന് പറയാണ് 2000 സിസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. ഞാനാകെ ഞെട്ടിപ്പോയി. അതോടൊപ്പം എനിക്ക് തോന്നി ഇത് അവന് വല്ല മണ്ടത്തരം പറ്റിയതായിരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, ഇത് തോമസ് പോൾ ബ്രദറാണ് പറയണേ, സംസാരിക്കുന്നത്. തോമസ് പോൾ ബ്രദർ ഒരു ധ്യാനം നടത്താൻ പോകേണ്ടതുള്ളൂ. പനിക്കലച്ചനോ നായിക്കാമ്പറമ്പലോ അച്ഛനോ നടത്തുന്ന ധ്യാനത്തിൻ്റെ കാര്യമല്ല. അതേ ബ്രദറെ, തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനത്തിന് 2000 സിസ്റ്റേഴ്സ്. ഞാനങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ വികാരി അച്ഛൻ ഞാനുമായിട്ട് വലിയ സുഹൃത്താണ്. വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ചിരിക്കും ഇങ്ങനെ. ഇത് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് തളർന്ന് കിടക്കുകയാണ്. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ പോണില്ല, എന്നെ കൊണ്ട് പറ്റില്ല. 2000 സിസ്റ്റർമാരുടെ മുമ്പിൽ ഞാൻ എന്ത് പറയാനാ? 300 അച്ഛന്മാരും. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റണില്ല, ഞാൻ വയറിളക്കം എന്ന് പറഞ്ഞ് പോകില്ല എന്ന് പറഞ്ഞു. അവിടെ വലിയ അച്ഛന്മാർ ആരെങ്കിലും നടത്തിക്കോട്ടെ. അപ്പോൾ ഈ അച്ഛൻ അയ്യോ അങ്ങനെ പറയരുത്, ഇത് മോസസ് സിൻഡ്രമാണ്. വിക്കുണ്ടായിരുന്ന മോശ, പോകാൻ യാതൊരു കഴിവുണ്ടായിരുന്ന മോശേനെ കർത്താവ് ഉന്തി തള്ളി വിട്ട പോലെയാണ്. അപ്പോൾ ഒരാശ്വാസമായി. അന്നത്തെ ധ്യാനത്തിൽ CMC-കാരിയായ എൻ്റെ കുറേ ബന്ധുക്കളൊക്കെ CMC-യിലുണ്ട്, അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ സ്വർഗത്തിലാണ്. ആ ഒരു വൈഫിൻ്റെ ഇളയമ്മ അവർ ആ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ആ ദിവസമൊന്നും എന്നെ കണ്ടില്ല. ഈ 2000 പേര് പെൻഗ്വിൻസിൻ്റെ മാതിരി ഇവിടെ നടക്കാണ്. 2000 പെൻഗ്വിൻസ് അവിടേക്ക് ഇങ്ങനെ നടക്കണം. ഒരു 5-ാം ദിവസം 4-ാം ദിവസം വന്നിട്ട് പറയാണ്, നീ എന്നെ അറിയോ? ഞാൻ പറഞ്ഞു, പിന്നെ ജോയ്സി ഇതാണ് സിസ്റ്റർ ജോയ്സി പാലാട്ടി,
ഈ കറൂറ്റിയിൽ, നീയേ പറയണതൊക്കെ ഞങ്ങളുടെ സ്പിരിച്വാലിറ്റിയാ എന്ന് പറഞ്ഞാൽ അത് ഈ അമ്മ ത്രേസ്യയുടെ അഭ്യന്തരഗർഭം നീ വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. യോഹന്നാൻ ക്രൂസ് പിതാവിൻ്റെ പുസ്തകം വല്ലതും വായിച്ചിട്ടുണ്ടോ? ഇല്ല. എടാ മോനെ, അതിനകത്ത് പറയണതൊക്കെ തന്നെ നീ പറയണേ. എന്നിട്ട് അഭ്യന്തര കർമ്മങ്ങൾ കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഇത് വായിച്ചു നോക്ക്. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം വേറെ ഒരു വിശുദ്ധനായിട്ട് പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. നമുക്ക് ഇവരൊന്നും അറിയാതെ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് ഞാൻ പറയാൻ വേണ്ടി അവതരിപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നില്ല. നമ്മളൊരാളും മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ അവരുടെ ആത്മീയത അവർക്ക് വേണ്ടി മാത്രമായിട്ട് കൊടുത്തതല്ല, സഭയ്ക്ക് മുഴുവനുമായിട്ട് കൊടുത്തതായതുകൊണ്ട് നമ്മളെ അതിലൂടെ വളർത്തുന്നു. ഇപ്പോൾ കൊച്ചു ത്രേസ്യയുടെ പേര് ആഗ്നസ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ സ്വീകരിച്ചപ്പോൾ അവർ മദർ തെരേസയായി മാറി. മദർ ആരാണ്? എന്താ മദർ തെരേസ? എങ്ങനെയാ പേര് വന്നു? തെരേസ വന്നത് കൊച്ചു ത്രേസ്യ എന്നാണ്. പക്ഷെ കൊച്ചു ത്രേസ്യയുടെ ആ കോണ്ടംപ്ലേഷനിലൂടെയുള്ള സ്നേഹം മുഴുവനും ഒഴുകുന്ന ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഡോറായിട്ട് ആര് മാറി? മദർ തെരേസയായിട്ട് മാറി. ശരിക്കും ഭയങ്കര കോണ്ടംപ്ലേറ്റീവാണ് മദർ തെരേസയുടെ വിജയം. ഷീ ബ്ലെൻഡഡ് ദ കോണ്ടംപ്ലേഷൻ ആൻഡ് ആക്ഷൻ എന്ന് ഞാൻ പറയാം. അതായത് ആ എല്ലാവരെയും ഭയങ്കര ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഭയങ്കര കോണ്ടംപ്ലേഷൻ വേണം. അങ്ങനെ അവർ മദർ തെരേസയ്ക്ക് കിട്ടി. The inner become the strength for the outer. Come be my light എന്ന പുസ്തകം വായിക്കണം. മദറിൻ്റെ ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് കം ബി മൈ ലൈറ്റ്. അത് വായിക്കണം. എന്തോ ഒരു വലിയ, എനിക്ക് നല്ല ഉറപ്പുണ്ട് മദർ തെരേസയും ഒരു ഡോക്ടർ ഓഫ് ദ ചർച്ച് ആവുന്നു. ഐ ബിലീവ്. ഒരുപാട് കാര്യങ്ങൾ മറ്റൊരു വിശുദ്ധർക്കും കാണിച്ചു കൊടുക്കാത്ത കാര്യങ്ങളുണ്ട് അതിൽ. എനിവേ, അപ്പോൾ പറഞ്ഞു വരുന്നത്, മദർ തെരേസ ആയത് ലിറ്റിൽ തെരേസയിൽ നിന്നുള്ള ആ സ്പിരിച്വാലിറ്റിയെ മുഴുവനും സംഗ്രഹിച്ച് കൊണ്ടാണ്. എന്നാൽ കംപ്ലീറ്റ് വേറെ ഒരു ഡയമെൻഷനിലേക്ക് തിരിഞ്ഞോ ഇല്ലയോ എന്ന പോലെ ഈ കാലഘട്ടത്തിൽ പുതിയ ചക്രവാളങ്ങൾ തുറക്കണം ശുശ്രൂഷയിൽ. നിങ്ങൾക്ക് വിളിക്കുള്ളിൽ ഒരു വിളിയുണ്ട്. മദർ തെരേസ ഒരു സ്കൂൾ ടീച്ചറായിട്ട് വന്നു, എന്നിട്ട് ആരായിട്ട് പോയി? ഈ ലോകം മുഴുവനും കുമ്പിട്ട ഒരു വീരവനിതയായിട്ട് ഒരു ഹിന്ദു മേധാവിത്വത്തിലുള്ള ഭാരത സർക്കാർ ആ അമ്മയ്ക്ക് ഒരു രാജകീയ ബഹുമതി നൽകി, ഒരു സ്റ്റേറ്റ് ഫ്യൂണറൽ നൽകി. സ്റ്റേറ്റ് ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൽ മഹാത്മാഗാന്ധി ഇതുപോലെ ഒരു സ്റ്റേറ്റ് ഫ്യൂണറൽ, മഹാത്മാഗാന്ധിക്ക് കൊടുത്ത പോലെയുള്ള ഒരു ഫ്യൂണറൽ ലോകരാഷ്ട്ര തലവന്മാരെല്ലാവരും പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഫ്യൂണറലിന് എല്ലാ രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികൾ വരണം. അങ്ങനെ വന്നു, അവരുടെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരാത്മാവ് ലോകത്തെ തകിടം മറിക്കാനും കീഴടക്കാനുമുള്ള ശക്തിയുണ്ട്.
ഇതെല്ലാം പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും മറ്റൊരു വിശുദ്ധരായി വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആഴമായ ഒരു പുതിയ സുവിശേഷ വേലയ്ക്കായിട്ട്, ഒരു വിളിക്കായിട്ട്, പുതിയ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്ന് സ്തുതിക്കാം. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവേ, മണി 12 ആവുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ, നരകത്തിൽ പോകണ്ടേ? വേണ്ട, എന്നാ വേഗം കൊടുത്തേ. ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതിൽ അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ, അതായത് ശരീരത്തിൻ്റെ ഉയർപ്പ്, നിത്യജീവനെ കുറിച്ച് പറഞ്ഞതിൽ ശരീരത്തിൻ്റെ ഉയർപ്പ് ഇപ്പോൾ ക്ലിയറായി ഇല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ല. അപ്പോൾ അതിൽ പ്രധാന കാര്യം ഒന്ന്, നമ്മുടെ ശരീരങ്ങൾ അന്ത്യദിനത്തിൽ ഉയർത്ത് ആത്മീയവും അമർത്യവുമായ ശരീരമായി മാറി അമർത്യമായ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തെ പോലെ നമ്മളാകും എന്ന് മാത്രമല്ല, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ വിശുദ്ധ കുർബാനയിലൂടെയും ജ്ഞാനസ്നാനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും പ്രവർത്തനത്തിലൂടെ ഇപ്പോൾ തന്നെ നമ്മൾ ആ ഉത്ഥാനത്തിൻ്റെ ഒരു മുൻ അനുഭവത്തിലാണ് ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ. ഇത് ക്ലിയറായോ? അതാണ് ക്രിസ്ത്യാനിയുടെ ആധ്യാത്മികത. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് സിംപ്ലി ബേസിക് ആയിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ്. ഉയർപ്പിൻ്റെ ചൈതന്യം കുടികൊള്ളുന്നതാണ്. അത് പ്രത്യേകിച്ച് സീറോ മലബാർ മലങ്കര കുർബാനകളിൽ ഇത് കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി മരണം എന്നാൽ എന്താണെന്ന് കുറേ എല്ലാം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും കാറ്റഗിസത്തിൽ 1005 ഖണ്ഡിക 1005 ക്രിസ്തുവിനോടുകൂടി ഉയിർക്കാൻ നാം ക്രിസ്തുവിനോടുകൂടി മരിക്കണം. നാം ശരീരത്തിൽ നിന്ന് അകലുകയും കർത്താവിനോട് അടുത്തിരിക്കുകയും വേണം. മരണമാകുന്ന ആ വേർപാടിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു. മൃതരുടെ ഉത്ഥാന ദിവസം അത് ശരീരവുമായി വീണ്ടും യോജിപ്പിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പം മരണം എന്നതിൻ്റെ അർത്ഥം തന്നെ ഒന്നൊരു വായിച്ചേ. ക്രിസ്തുവിനോടുകൂടി ഉയർക്കാൻ നാം ക്രിസ്തുവിനോടുകൂടി മരിക്കണം. നാം ശരീരത്തിൽ നിന്ന് അകലുകയും കർത്താവിനോട് അടുത്തിരിക്കുകയും വേണം. മരണമാകുന്ന ആ വേർപാടിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയപ്പെടുന്നു. മൃതരുടെ ഉത്ഥാന ദിവസം അത് ശരീരവുമായി വീണ്ടും യോജിപ്പിക്കപ്പെടും. ഇതെപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ ആര് മരിച്ചാലും നമുക്ക് അത് വലിയ ദുഃഖമാകില്ല. ആ മൃത സംസ്കാര ശുശ്രൂഷ, എന്താണ് ആ ശുശ്രൂഷ? മൃത സംസ്കാരം. എന്താണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ? ഈ വ്യക്തിയെ വിശുദ്ധീകരിച്ച് മഹത്വീകരിച്ച് സ്വർഗീയമായ മഹത്വം അണിയിഞ്ഞ് അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ഇവനെ യാത്രയാക്കുന്നത്, മുടിയണിയിച്ച് ഇല്ലേ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ മരണം ഒരു വലിയ സന്തോഷമായിട്ട് മാറും. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കും. എപ്പോൾ വേണമെങ്കിലും എന്നെ കൊണ്ടുപോകാം. അതുകൊണ്ടാണ് ജാഗരൂകരായിരിക്കുവിൻ
എപ്പോഴും നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ. എന്തിനാണ്? എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഇത് മരിക്കാം. നമ്മൾ കുറേ പരിശുദ്ധാത്മാവിൻ്റെ ഈ വരദാനങ്ങളും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇന്ന സമയത്ത് നമ്മൾ മരിക്കും എന്ന് ഒരു പ്രീ അൻഷൻ നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. ഒരുപാട് പേർക്ക് ഇതറിയാം. മരിക്കാറാവുമ്പോഴേക്കും ഞാനിനി അധികം ദിവസമില്ല എന്ന് അവർക്ക് തോന്നും. അവർ അത് വേണ്ട മാതിരി കാര്യങ്ങളൊക്കെ ഒരുക്കും, മക്കളെയൊക്കെ വിളിക്കും, വിൽപത്രമൊക്കെ തയ്യാറാക്കും, ഉപദേശങ്ങളെല്ലാം കൊടുത്ത് കയറിക്കിടക്കും, മരിക്കും. എൻ്റെ അപ്പൻ മരിച്ചത് എനിക്ക് നല്ല സന്തോഷകരമായ ഓർമ്മയാണ്. അപ്പൻ എന്നും പറയും, ഓരോ പ്രാവശ്യം ഞാൻ ഫോറിനിൽ പോകുമ്പോൾ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാനുണ്ടാവില്ല കേട്ടോ, എപ്പോഴും പോകുമ്പോൾ എന്നെ അനുഗ്രഹിച്ചിട്ടാണ് ഞാൻ പോകാറ്, അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകാറ്. അപ്പോഴൊക്കെ പറയും ഇനി വരുമ്പോണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ദൈവം അത് ക്രമീകരിക്കും എന്ന പോലെ ദൈവം ക്രമീകരിച്ചു. ഞാനിവിടെ ഉള്ളപ്പോൾ, ഒരാഴ്ച ഇവിടെ ഉള്ളപ്പോൾ അപ്പൻ മരിച്ചു. ഞങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന നാട്ടിലുള്ള ആൾക്കാർക്ക് അത്രയും കൂടി ഉണ്ടാകാൻ പറ്റിയില്ല, ഞങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്നു. അപ്പൻ പറയുമായിരുന്നു അപ്പുപ്പൻ മരിച്ച സംഭവം. ഞാനത് ഈ പ്രീ അൻഷനെ കുറിച്ച് പറയാണ്. അപ്പുപ്പൻ ഒരു ദിവസം പറഞ്ഞു, ആ മാവ് വെട്ട് എന്ന് പറഞ്ഞു. അതിനത് വെട്ടണ നന്നായിട്ട് അത് വെട്ട് എന്ന് പറഞ്ഞു. ഉടനെ വെട്ടി വിറകാറ്റ് ഇത്ര ചാക്കരി മേടിച്ചു. ഇത്ര ചാക്കരി അല്ല മേടിച്ചുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ഒരുക്കി. മക്കളെല്ലാവരും പറഞ്ഞു നിങ്ങളെല്ലാവരും വരാൻ പറഞ്ഞു. വന്നു. എന്നിട്ട് പറഞ്ഞു ഇത്ര സമയത്തിൽ ഞാൻ മരിക്കും, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നോളണം. ഇത് ഞാൻ മരിക്കണ സമയത്ത് നല്ല അരി കൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാനുള്ള വിറകും അരിയുമാണ് ഇവിടെ മേടിച്ചേക്കുന്നത്. അതെല്ലാം ഒരുക്കി വെച്ചിട്ട് പ്രാർത്ഥനാപൂർവം കയറി കിടന്നു. മക്കളെല്ലാവരും കൂടെ നിന്നപ്പോൾ ആളങ്ങ് പോയി. അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് പേര് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരണത്തെക്കുറിച്ച് നമ്മൾ ഈ അതിൻ്റെ പൂർണ്ണമായ സന്തോഷാത്മകമായ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിപ്പോഴേ തന്നെ നമ്മുടെ ആത്മാവിലുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ ഉയർക്കാൻ വേണ്ടിയല്ലേ മരിക്കണേ. ആ ഉയർപ്പിന് നമുക്ക് മുൻകൂട്ടി തന്നിരിക്കുന്നതുകൊണ്ട് മരിക്കുന്നതിനെയും കൂടി നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കർത്താവ് മനസ്സിലാക്കി തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മരണം ഒരു ദുഃഖമല്ല, മറിച്ച് ആത്മാവും ശരീരവുമുള്ള വേർപാടാണ് മരണം. ശരീരത്തിൻ്റെ വേർപാട്, ശരീരം ജീർണിക്കുന്നു എങ്കിലും ഈശോയുടെ ശരീരം ജീർണിച്ചില്ല. നമ്മുടെ ശരീരം ജീർണിക്കുന്നു എങ്കിലും ശരീരത്തിനും ഒരു ദൈവത്വമുണ്ട്, അത് ജീർണിക്കുന്നില്ല. നമ്മുടെ ശരീരവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ ശരീരത്തിലുള്ള ദൈവത്വമാണ് അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാവിനോട് തന്നെ ചേർക്കുന്നത്. വേറെ ആത്മാവിനോട് ചേരില്ല. അത് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ ശരീരം ആരോട് ചേരും? നമ്മുടെ ആത്മാവോട് ചേരും. അപ്പൊ ഈ ജീർണിച്ച ശരീരം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അരൂപിയായ അമർത്യമായ ആത്മീയ ശരീരമായി ഉയർക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഈ ദൈവത്വവും ഇപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രസരണവും കൊണ്ടാണ്. ജ്ഞാനം നൽകണേ പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ. ഇതാണ് രണ്ടാമത് നിങ്ങളിത് കേൾക്കുമ്പോൾ, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് ശരിക്കും മനസ്സിലാവും. ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ വീര്യം, ആത്മീയ വീര്യം ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ഓൾ റൈറ്റ്. അപ്പോൾ ഇതാണ് മരണം. ഇനി 1021 പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ അതിൻ്റെ ഇടയ്ക്കുള്ളത് നിങ്ങൾ വായിച്ചാൽ മതി. മരണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
1021 പറയുന്നത് ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനും സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യ ജീവിതത്തിന്റെ മരണം അന്ത്യം കുറിക്കുന്നു. അതായത് മരിക്കുന്നതിന് ഒരു നിമിഷം മുമ്പ് വരെ അവന് ഫ്രീഡമുണ്ട്. അഥവാ ക്രിസ്തുവിനെ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ സാധിക്കും. അപ്പോൾ ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ജീവിതത്തിൽ ഇന്നേ വരെ പള്ളിയിൽ പോയിട്ടില്ല, ഇന്നേ വരെ കുമ്പസാരിച്ചിട്ടില്ല. പക്ഷേ അയാളുടെയും പാപം യേശുക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അതാണ് ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട ആ കൃപാവരം അയാൾ തിരസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടാണ് ചിലവരുടെ മരണം താമസിക്കുന്നത്. നമ്മൾ സഭയെല്ലാവരും ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അവിടുന്ന് ആ ജോസ് ചേട്ടനെ വിളിച്ച് വിളിക്കും. നിങ്ങൾ രണ്ടുപേരും വന്നൊരു ഡ്രാമ നടത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ഡ്രാമ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ആത്മാക്കളെയും, അപ്പോൾ ആ മരിക്കുന്ന സമയത്തെങ്കിലും അയാളിലേക്ക് ഈ പ്രസാദവരം ഒഴുക്കി അയാളെ മാനസാന്തരത്തിന് അവസരം കൊടുക്കും. എന്തുകൊണ്ട്? നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏതാത്മാവിനെയും വിശ്വാസമില്ലാത്തവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ക്യാമറ ഒന്ന് ഓക്കെ. ഇവിടെ ഒരു ഡ്രാമ കാണിക്കാൻ പോവുകയാണ്. ഇച്ചിരി മാറ്റി വെച്ചോ. നീ ഇപ്പുറത്താ ക്യാമറ. ഇപ്പോ ഞാൻ നരകത്തിൽ പോകുമെന്നും പറഞ്ഞിരിക്കുകയാണ് ഞാൻ. അത് ശരി, റേസി. എനിക്ക് വിശ്വാസവുമില്ല, ഞാനൊരു നിരീശ്വരവാദിയാണ്. പിശാചിനെ കൂട്ടുപിടിച്ച് പിശാചിന്റെ പൂജ നടത്തിയൊക്കെ ഞാൻ, എന്താ സൗണ്ട്, ഞാൻ മരിക്കാറായി. അപ്പൊ ഞാൻ എവിടെ പോകും? അപ്പൊ നരകം എന്ന് പറയുന്നത് മാരകമായ പാപാവസ്ഥയിൽ ജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ തിരസ്കരിച്ചുകൊണ്ട് മാരകമായ പാപാവസ്ഥയിൽ ജീവിച്ച് അനുതപിക്കാതെ മരിക്കുകയാണെങ്കിൽ നരകത്തിൽ പോകും കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകാൻ പോവുകയാണ്. പോയിട്ടില്ല. ഞാൻ പറയാണ്, എനിക്ക് കർത്താവൊന്നും വേണ്ട, ഞാൻ ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നു. അപ്പോൾ ഉടനെ പിശാചിന് വലിയ ഇഷ്ടമായി. പിശാചിൻ്റെ പാർട്ടി എന്നെ അങ്ങ് കൊണ്ടുപോകാൻ അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ സന്തോഷമായിട്ട് എന്നെ നരകത്തിൽ കൊണ്ടുപോകാനായിട്ട് ഇരിക്കുകയാണ്. എന്നെ നരകത്തിൽ തന്നെ കൊണ്ടുപോകും, എന്നെ നരകത്തിൽ കൊണ്ടുപോകും. ഞാനും പറയണം, ഞാൻ വരാം, എനിക്ക് നരകത്തിൽ പോകണം. ഞാനൊരു നിരീശ്വരവാദിയാണ്. ഈ കർത്താവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പാപികൾക്ക് രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്ത് സംഭവിക്കും? ഇങ്ങനെയൊക്കെ ഞാൻ തർക്കിച്ച് നിൽക്കുകയാണ്. ഇപ്പം ഇവിടെ നിൽക്കുകയാണ്. ഇതാരാന്നറിയോ? അയ്യോ, മാലാഖ. ഇത് കത്തോലിക്ക സഭയാണ്. ഇവിടെ നിൽക്കുന്നത് ആരാണ്? കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം അടങ്ങുന്ന സ്വർഗം മുഴുവനും ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവ് നോക്കാണ്, എടാ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് പിശാചി കൊണ്ടുപോകാൻ വേണ്ടിയാണോ? പറയും, ആര് ജയിക്കൂടെ? എന്നിട്ട് ആ ത്രിത്വൈക ദൈവം
തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണ്? കണ്ടോ, പിശാച് പിടിച്ചു കൊണ്ടാൻ പോകുന്നവരെല്ലാവരെയും രക്ഷിക്കാനാണ്. ഇവിടെ ഈ കത്തോലിക്ക സഭയ്ക്ക് ഉള്ള ശക്തി സംഭരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വരെയുള്ള 300ഓളം അല്ലെങ്കിൽ 250ഓളം മാർപ്പാപ്പമാർ, അവരൊക്കെ പോയോ? അത് ഇപ്പോഴുണ്ടോ? ഉണ്ടോ? പത്രോസും പൗലോസ് എല്ലാം ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. മാതാവ് ഔസേപ്പിതാവ് ഉണ്ടോ? അവരെല്ലാവരും ഇവിടെ നോക്കിയിരിക്കുകയാണ്, ഈ തോമാസിനെ പിടിച്ചോടാന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊരു തമാശയാണോ ഞാൻ പറയണേ? ഇത് സത്യമാണോ? അതോടൊപ്പം കത്തോലിക്ക സഭയിൽ ഇന്ന് നിലവിലുള്ള സഭാ അവസ്ഥയിൽ 5 ലക്ഷം ബലിപീഠത്തിൽ എല്ലാ ദിവസവും അർപ്പിക്കുന്ന ബലിയിൽ എനിക്ക് കൂടി വേണ്ടി പ്രാർത്ഥന ഉയരുന്നുണ്ടോ? 500,000 priests are celebrating the mass. അതോടൊപ്പം ലക്ഷക്കണക്കിന് കന്യാസ്ത്രീമാരുടെ പ്രാർത്ഥന, അതോടൊപ്പം കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നു, ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ മനസ്സിലായോ, നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും നമ്മളെ ദൈവം സൃഷ്ടിച്ചത് എവിടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്? ആ സൃഷ്ടാവ് നോക്കി നിൽക്കുമ്പോൾ ഈ പിശാച് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നാണ് വിചാരിച്ചേക്കണത്? പിശാച് ആഫ്റ്റർ ഓൾ ഒരു സൃഷ്ടിയാണ്. ഇപ്പോൾ ഉടനെ ഉണ്ടാവുന്ന ഒരു ഡൗട്ട്, അപ്പോൾ ഈ ഇടതുവശത്ത് നിൽക്കണവരെല്ലാവരും നരകത്തിൽ, ഇടതുവശത്ത് നിൽക്കണ ആടുകളെല്ലാം നരകത്തിൽ കൊണ്ടുപോകുന്നാണല്ലോ പറഞ്ഞേക്കണത്. പറഞ്ഞിട്ടില്ലേ? ആരാണ് ഇടതുവശത്ത് നിൽക്കണേ? ആരാ നിൽക്കണത്? പിശാചും അവൻ്റെ ദൂതന്മാരും. അപ്പൊ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു 2 മെസ്സേജുകളാണ്. ഒന്ന് വാണിംഗ്. ഇപ്പൊ എന്നോട് എപ്പോഴും വാണിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നീ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ നരകത്തിൽ പോകട്ടാ. സ്വർഗം മുഴുവൻ എന്നോട് പറയണത് നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും, പക്ഷെ നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പിശാചിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ നീ നരകത്തിൽ പോവും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? എന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്താ? അന്ത്യനിമിഷ നേരത്തെങ്കിലും അവന് മാനസാന്തരത്തിൻ്റെ കൃപ കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ക്യാമറ. അപ്പോൾ ഇതാണ് കന്യാസ്ത്രീമാരുടെ പ്രധാന വിളി. ഈ മരിക്കാൻ പോകുന്നവരെല്ലാം ഓക്കെ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണം. നമ്മുടെ സഹനവും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഇവർക്ക് കോട്ടയായിരിക്കണേ. അറിവുകൊണ്ടും അറിവുകൂടാതെയും മനസ്സുകൊണ്ടും, അറിഞ്ഞുകൊണ്ടും അറിവുകൂടാതെയും മനസ്സുകൊണ്ടും പ്രവർത്തിച്ച എല്ലാ പാപങ്ങളും ക്ഷമിക്കണേ. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അതവൻ അറിയാതെ ചെയ്താണ്, ക്ഷമിക്ക്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദൈവം നമ്മൾ അറിയാതെ ചെയ്യണ പാപങ്ങൾ മാത്രമേ ക്ഷമിക്കുള്ളൂ എന്നാണ്. ചിലർ ഇതവൻ മനഃപൂർവ്വം ചെയ്താണ്, ക്ഷമിക്കരുത്, നല്ല അടി കൊടുക്കണം, നല്ല ശിക്ഷ കിട്ടണം. അതല്ല ദൈവത്തിൻ്റെ കരുണ. അറിവോടും അറിവുകൂടാതെയും ചെയ്തത്, അറിവോടുകൂടെ ചെയ്യുന്ന പാപമാണ് മാരക പാപം. ഒരുവൻ പതിയിരുന്ന് ഇവനെ കൊല്ലണം, മുൻകൂട്ടി പ്ലാൻ ചെയ്ത്, കറക്റ്റ് എല്ലാം പ്ലാൻ ചെയ്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവനെ കൊന്നു. മാരകമായ പാപമാണ്. എന്നാൽ അതും കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കണു. കാരണം ഈ സകല പാപവും വന്നത് ആദത്തിൻ്റെ പാപം മൂലമാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് കാരണം ഇവിടെ വായിച്ചു, കൃപ യേശുക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ട കൃപ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. അതാണ്
കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് തനത് വിധി. 1023 തനത് വിധി. 1023 സ്വർഗ 1023. ഓക്കെ, 1021. ഓക്കെ. ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. വിധിയെപ്പറ്റി പുതിയ നിയമം പറയുന്നത് ഒന്നാമതായി യേശുവിൻ്റെ ദ്വിതീയാഗമന വേളയിൽ അവിടുന്നുമായുള്ള അന്തിമ സമാഗമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് ഉടനെ തന്നെ തൻ്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുമെന്ന് പലപ്പോഴും ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് തനത് വിധി. മരിക്കുന്ന സമയത്ത് തന്നെ ഒരാളുടെ ആത്മാവിൻ്റെ ഭാഗധേയം നിശ്ചയിക്കപ്പെടുന്നു. നല്ല കള്ളൻ്റെ കാര്യം ഒരു പ്രധാന എക്സാമ്പിളാണ്. അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചതിനും ചെയ്ത നന്മ പ്രവൃത്തികളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഇവിടെയാണ് സൽപ്രവൃത്തികൾ ചെയ്യുന്നത് ഒരാവശ്യമാണ്. എന്നാൽ ഈ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിന് എന്താവശ്യമാണ്? ദൈവസ്നേഹം ആവശ്യമാണ്. ഇപ്പോൾ ഗവൺമെൻറ്റും ഒരുപാട് സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട്, ഉണ്ടോ? അത് കർത്താവ് ഈശോ മിശിഹായിലുള്ള സ്നേഹത്തെ പ്രതിയാണോ? അത് സ്നേഹമാണ്. പക്ഷേ കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്ന ഒരുവൻ യേശു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം ദരിദ്രരോടും യേശുവിൻ്റെ സഹോദരരായ ദരിദ്രരോടും പാവപ്പെട്ടവരോടും മറ്റുള്ളവരോടും അവൻ്റെ ഹൃദയം അലിഞ്ഞ് ചേർന്ന് അവൻ്റെ ഉള്ളതെല്ലാം അവന് കൊടുക്കും. എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനാണ് പുതിയ നിയമം പറയണേ. പുതിയ നിയമത്തിൽ ദശാംശത്തെ കുറിച്ച് പറയുന്നില്ല. ദശാംശം പഴയ നിയമത്തിന്റെ കണക്കാണ്. മിണ്ടണ്ട, ദശാംശത്തല പറഞ്ഞിട്ട് ഇപ്പൊ കിട്ടണില്ല. പുതിയ നിയമം എന്ന് പറയുന്നത് നിനക്കുള്ളതെല്ലാം കൊടുക്കുക, എന്നിട്ട് എൻ്റെ പിന്നാലെ വരിക. മനസ്സിലാവണ്ടോ? നമ്മളിപ്പോൾ ദശാംശത്തിലേ ആയിട്ടുള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ പുതിയ നിയമം ശരിക്കും അനുഭവിച്ചു കഴിഞ്ഞവൻ ഇത് നോക്ക്, എൻ്റെ ജീവിതം മുഴുവനും ഞാൻ കർത്താവിന് കൊടുത്തോ ഇല്ലയോ? അതുകൊണ്ട് എനിക്ക് ഒന്നും നോക്കാണ്ട് ദിനരാത്രം കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റുന്നു. എനിക്ക് കിട്ടുന്ന പൈസയും സമ്പത്തും എല്ലാം 100% ഞാൻ ദശാംശമല്ല കൊടുക്കണേ. ഞാൻ കൊടുക്കുന്നത് 100% കൊടുക്കുകയാണ്. അതാണ് പുതിയ നിയമം. ആ ധനികനായ വ്യക്തി വന്നപ്പോൾ എന്താ പറഞ്ഞത്? അവൻ പ്രമാണമൊക്കെ അനുസരിക്കണ്ടായിരുന്നല്ലോ. അവനോട് പറഞ്ഞു, നിനക്കൊരു ചെറിയ കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എൻ്റെ പിന്നാലെ വരിക. അപ്പൊ അതിൻ്റെ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ റിലീജിയസ് ലൈഫ്. എന്താ നിങ്ങളുടെ റിലീജിയസ് ലൈഫ്? നിങ്ങൾക്ക് കിട്ടാമായിരുന്നതെല്ലാം നിങ്ങൾ വിട്ടു. എല്ലാം വിട്ടോ ഇല്ലയോ? 100% ദൈവത്തിന് കൊടുത്തു. നിങ്ങൾ ചിലവർക്കൊക്കെ ജോലി ചെയ്ത് ശമ്പളം കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ആ ശമ്പളം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ശരിയാണോ ഇല്ലയോ? നിങ്ങൾ കിട്ടുന്നതെല്ലാം നിങ്ങൾ കൊടുത്തു. 10% അല്ല പുതിയ നിയമം. കിട്ടുന്നതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ സാവധാനം ആവുമായിരിക്കും, ഇല്ലേ? നമുക്ക് കാത്തിരിക്കാം. നമ്മൾ ഈ പൈസ എല്ലാം കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. എന്നാൽ ഒരുപാട് പേര് ഇങ്ങനെ 10% ബേസിലല്ല. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ആ ജീസസ് വണ്ടർ അനിമേഷൻ ഫിലിമൊക്കെ എന്തോ ഒരു വില പിടിപ്പുള്ളതാണെന്നറിയാം. 1 മിനിറ്റ് ഈ ഫിലിം ഉണ്ടാക്കുന്നതിന് 1 മിനിറ്റിന് 50,000 രൂപയിൽ കൂടുതൽ ചിലവുണ്ട് 1 മിനിറ്റിന്. അപ്പം നമ്മുടെ ഈ 10-15 മിനിറ്റിൻ്റെ ഈ കൊച്ചുറേസ്യയുടെ ഫിലിം ഉണ്ടാക്കിയതിന് എത്ര കാശായിട്ടുണ്ടാവും ആലോചിച്ച് നോക്ക്.
ഇനി ഉണ്ടാക്കാൻ പോകുന്നത് 3D ഡയമെൻഷൻ, 3Dയിലുള്ള ഫിലിമാണ്. അതിന് 1 മിനിറ്റിന് 3 ലക്ഷം രൂപ ചെലവുണ്ട്. അപ്പം ഇതെല്ലാം ഒരുപാട് പേര് പൈസ തന്നിട്ട് നടന്നാണ്. എൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസയും എല്ലാം മറ്റുള്ളവർ തരണത് കൊണ്ട് നടക്കണതാ. ഞാൻ അധികം ആരോടൊന്നും ചോദിക്കാറില്ല. പരിശുദ്ധാത്മാവ് അവരോട് പറയും ഇതിന് കാശ് കൊടുക്കും. അത് ദശാംശമല്ല അവർ കൊടുക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ചേട്ടത്തി എന്നോട് പറഞ്ഞു, എൻ്റെ തോമസ് പോളെ, എനിക്ക് 4 ആൺപിള്ളേരാണ്, ഇവരെങ്ങനെ കർത്താവിനെ കുറിച്ച് പഠിപ്പിക്കണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നിൻ്റെ ഈ വീഡിയോ കണ്ടത്. എൻ്റെ ബാങ്കിലുള്ള മുഴുവൻ പൈസ ഞാൻ ഇതിനു വേണ്ടി തരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടോ, അവൾ ദശാംശമല്ല ചിന്തിച്ചത്. ഒരുപാട് പൈസ ഒന്നും ഉണ്ടായില്ല, എന്നാലും അവൾ പറഞ്ഞത് എന്താ, അവളുടെ ബാങ്കിൽ കിടക്കുന്ന മുഴുവൻ പൈസയും ഇതിനു വേണ്ടി ഞാൻ തരാം. അപ്പം എനിക്ക് തോന്നി ദശാംശം മാറി പുതിയ നിയമത്തിലേക്ക് വരുന്നുണ്ടെന്ന്. എനിവേ, അപ്പോൾ എന്താ പറയാൻ വന്നത്, കർത്താവിൻ്റെ സ്നേഹിതരും കർത്താവിന് ദരിദ്രരെ സ്നേഹിക്കുന്നവരും സുവിശേഷത്തിന് വേണ്ടി എല്ലാം സൽപ്രവൃത്തികൾ ചെയ്യുന്നത് ഒരുവനിൽ ദൈവാനുഭവം ഉണ്ടാകുമ്പോഴാണ്. ആ ദൈവസ്നേഹം ഉണ്ടാകാൻ അവൻ്റെ വിശ്വാസം കൊടുക്കണം ആദ്യം. ആ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ഉപവി, വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന സൽപ്രവൃത്തി, അതനുസരിച്ച് ഓരോരുത്തരുടെയും ജീവിത ഭാഗധേയം മരിക്കുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെടുന്നു. ഒന്നുകിൽ നേരിട്ടുള്ള സ്വർഗഭാഗ്യം, നേരിട്ട് സ്വർഗത്തിൽ പോകാം. എൻ്റെ പൂർണ്ണമായ വിശ്വാസം, നിങ്ങളെല്ലാവരും ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എല്ലാവരും നേരിട്ട് സ്വർഗത്തിൽ പോകും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എന്തുകൊണ്ടാണ്? ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ഇത് സ്വീകരിക്കുന്നവർ എന്നിൽ വസിക്കും, ഞാൻ അവരിൽ വസിക്കും. അവരെ ഈശോ എവിടെ കൊണ്ടുപോകും? പറയും. എവിടെ കൊണ്ടുപോകും? എവിടെ കൊണ്ടുപോകും? നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ മണവാട്ടിയായിരിക്കും. നിങ്ങൾ മണവാട്ടിയാണോ? മണവാട്ടീനെ തീയിലിട്ട് പൊരിക്കോ? പറയും. അപ്പൊ ഈ ശുദ്ധീകരണ സ്ഥലം എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ വ്യക്തമായ ഒരറിവില്ലാണ്ടാണ് നമ്മൾ പറയണേ. എന്താണ് ശുദ്ധീകരണ സ്ഥലം? ആദ്യം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ട്, അപ്പൊ ഇത് തനത് വിധി. തനത് വിധി സമയം, മരിക്കുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ നേരെ സ്വർഗത്തിലേക്കും അല്ലെങ്കിൽ നേരെ ശുദ്ധീകരണ നരകത്തിലേക്കോ, അല്ലെങ്കിൽ വായിച്ചോ, ഒരു ശുദ്ധി. ഓരോ മനുഷ്യനും തന്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിൽ തന്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം. ക്ലിയർ? മനസ്സിലായില്ലേ? അതാണ് തനത് വിധി. നമ്പർ നോട്ട് ചെയ്തില്ലേ? 1022. 1022. 1023-24 സ്വർഗം എന്താണ്? 24 വായിക്കാം. പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യകാ മറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ ഈ സ്വർഗത്തിൽ പോകുന്നതിന് 23 കൂടി വായിച്ച. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും, ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോട് കൂടി എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആരാണ്, എങ്ങനെയാ നമ്മൾ ഈ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുന്നത്? നമ്മുടെ ശക്തി കൊണ്ടാണോ, അതോ കർത്താവ് ഈശോ മിശിഹ നമുക്ക് വേണ്ടി അർപ്പിച്ച പാപമോചനത്തിൻ്റെയും നീതീകരണത്തിൻ്റെയും ശക്തീകരണത്തിൻ്റെയും മഹത്വീകരണത്തിൻ്റെയും യോഗ്യതയാലാണോ? അതാണ്.
അതാണ് ഈശോ ഇതിനു വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് സ്വീകരിക്കുന്നവർ ആ വിശുദ്ധീകരണം പൂർണ്ണമായി ലഭിക്കുന്നു. ഈശോയുടെ സുഹൃത്തുക്കളാണ്, ഈശോയുടെ മണവാട്ടിമാരാണ്. ആ ഈശോയുടെ മണവാട്ടിമാർ, ഈശോയുടെ സുഹൃത്തുക്കളും തോമസ് പോളിനെ പോലെയുള്ള സുഹൃത്തുക്കളെല്ലാം നേരെ സ്വർഗത്തിൽ പോകും. ഇപ്പൊ ചിന്തിക്കുന്നത് അത്ര എളുപ്പമാണോ ഈ പോണത്? അതാണ്, എളുപ്പത്തിൻ്റെ അല്ല, വിശ്വാസമാണ്. നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ രക്തസ്രാവക്കാരി ഒന്ന് തൊട്ടുള്ളൂ. ഈശോ പറഞ്ഞു, എന്ത് പറഞ്ഞു ഈശോ? നിന്റെ വിശ്വാസം നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു? സൗഖ്യപ്പെടുത്തി എന്നല്ലല്ലോ പറഞ്ഞത്, രക്ഷിച്ചിരിക്കുന്നു. അവള് സ്വർഗത്തിലായി, അവള് സ്വർഗത്തിലായി. കാനാൻകാരിയോട് പറഞ്ഞു, ഇത് നിനക്കുള്ളതൊന്നുമല്ല, ഇത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകൾക്ക് വന്നേക്കണം. അവള് പോയില്ല. സാധാരണ ആൾക്കാരാണെങ്കിൽ എന്നാ ശരി പോതി, ഞാൻ പോവാന്ന് പറഞ്ഞു പോയനെ. അവള് പതുക്കനെ റെക്കമെൻഡേഷന് വേണ്ടി അപ്പസ്തോലന്മാരുടെ പുറകെ പോയി, മധ്യസ്ഥ പ്രാർത്ഥന. അവര് പോയി, അപ്പസ്തോലന്മാര് പറഞ്ഞു, കർത്താവേ ആ പെണ്ണ് പാവം, അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക, അത് പോട്ടെ. അവരിവിടെ നിന്ന് കരയാണ്. അവർ പറഞ്ഞു, നമ്മൾ അയച്ചേക്കുന്നത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ്. അതുകൊണ്ട് ഈ മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് കൊടുക്കാൻ പാടില്ല. ഇതവൾ കേട്ട്, എന്നാ പോട്ടെ, എന്നെ നായിന്ന് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാനെന്ന് പറഞ്ഞ് പോയോ? അവള് പോയില്ല. അവള് പറഞ്ഞ്, കർത്താവേ നായ്ക്കളും യജമാനന്മാരുടെ മേശയുടെ ഇറക്കിന്ന് വീണ അപ്പക്കഷ്ടം കൊണ്ടല്ലേ ജീവിക്കണേ. ഈശോനെ വേറൊരു ഭാഷപ്പെടാടി ഉത്തരം മുട്ടിച്ച മാതിരിയായില്ലേ? 3 പ്രാവശ്യം ഈശോ തിരസ്കരിച്ച കാര്യം ഈശോയ്ക്ക് തിരുത്തി കൊടുക്കേണ്ടി വന്നു, ഇല്ലേ? അത്രയ്ക്ക് വലുതാണ് വിശ്വാസത്തിന്റെ ശക്തി. അവൾ ക്രിസ്ത്യാനിയാണോ? അവൾ ജ്ഞാനം സ്വീകരിച്ചിട്ടുണ്ടോ? ചൈരലേവനം സ്വീകരിച്ചിട്ടുണ്ടോ? വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. വിശ്വാസത്തിന്റെ ശക്തി നോക്കിയേ. എന്നിട്ട് അവളോട് പറയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്, നീ എന്താഗ്രഹിക്കുന്നുവോ അത് നിനക്ക് സംഭവിക്കട്ടെ. ഓപ്പൺ ചെക്ക്. നീ എന്താഗ്രഹിക്കുന്നുവോ, whatever you wish will be done to you. അപ്പൊ ചിലപ്പോ ഒരാൾ ചോദിച്ചു, അവള് തൊട്ടപ്പോ ആരാണ് എന്നെ തൊട്ടതെന്ന് പറഞ്ഞ് തിരിഞ്ഞത് എന്താ ഈശോ? ഈശോ പെർമിഷൻ ഇല്ലാണ്ട് അവളെന്താ തൊട്ടത്? ഈശോയുടെ പെർമിഷൻ ഇല്ലാണ്ട് എന്തിനാ ശക്തി വലിച്ചെടുത്തത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ട്. പിതാവായ ദൈവം ഈശോയെ നമുക്ക് തന്നു കഴിഞ്ഞിരിക്കണം. ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ തന്നു കഴിഞ്ഞിരിക്കണം. എന്നിട്ട് ഇനി തൊടണോ? തൊടാനല്ല, കടിച്ച് തിന്നോടാ നീ എന്ന് പറഞ്ഞിട്ട് ഇതിനി നിന്റെയാണ്. പിതാവായ ദൈവം പറയണ, ഇത് എൻ്റെ ഈശോനെ ഞാൻ നിനക്ക് തന്നേക്കണം. നീ കെടുത്തോ, നീ കെട്ടിപ്പിടിച്ചോ, നീ മൊത്തിക്കോ, നീ കുടിച്ചോ, നീ തിന്നോ. ഇനി ആളുടെ പെർമിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? തന്നോ? നമുക്ക് തന്നോ? തന്നു. നമ്മൾ സ്വീകരിക്കില്ല ഇപ്പോഴും. ഓക്കെ, അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് അതാണ്. ശുദ്ധീകരണ സ്ഥലം അടുത്തത് 1030. അതിന്റെ ഇടയ്ക്ക് സ്വർഗത്തെ കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. കണ്ടോ? എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു.
തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ വിശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ്. ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച സഭയുടെ അത് ഓരോ സൂനദോസിലെ കാര്യങ്ങളാണ്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം എന്നത് ഒരു സ്ഥലമല്ല, അതൊരവസ്ഥയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ, സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മരണാനന്തര വിശുദ്ധീകരണമാണ്. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചു, പക്ഷെ പൂർണ്ണ വിശുദ്ധീകരണം നടന്നിട്ടില്ല. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും എല്ലാ യോഗ്യതകളിലും ഉള്ള മറ്റൊരു ആനുകൂല്യം, ഒരു വ്യക്തി ഈ ജീവിതത്തിൽ വെച്ച് തന്നെ പൂർണ്ണ വിശുദ്ധീകരണം നടക്കുന്നില്ലെങ്കിൽ അവന് ഈ ജീവിതത്തിന് ശേഷം പൂർണ്ണ വിശുദ്ധീകരണം നടക്കാനുള്ള ആനുകൂല്യമുണ്ട്. ആനുകൂല്യം, പ്രിവിലേജ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന, ജീവപര്യന്തം തടവിൽ കിടക്കുന്നു. ഞാൻ 35 വർഷമെല്ലാം ജയിലിൽ കിടന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അയാൾ പറയാണ്, എൻ്റെ ജീവിതം ഇവിടെയാണ്, ഞാൻ ജീവപര്യന്തം തടവിലാണ്, എനിക്ക് പുറത്തു പോകാൻ ഒരു വഴിയുമില്ല, പുറത്തു പോകാൻ സാധിക്കില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ കാണാൻ വരുന്നില്ല. ഇപ്പം സാറ് വന്ന് കണ്ടു, 5 മിനിറ്റ് 10 മിനിറ്റ് എന്നോട് സംസാരിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അവനെ ആശ്വസിപ്പിച്ചു, നീ വിഷമിക്കണ്ട. നല്ല കള്ളനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. അയാൾ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടായില്ല, അയാൾ കുമ്പസാരിച്ചിട്ടുണ്ടായില്ല, അഥവാ അയാൾ കുരിശിൽ കിടന്ന കർത്താവിനോട് നേരിട്ട് കുമ്പസാരിച്ചിരിക്കാം. അപ്പൊ ഇങ്ങനെ കഠിന തടവിൽ ജീവപര്യന്തം 10ഓ 15ഓ കൊലപാതകമെല്ലാം ചെയ്ത് കഴിയുന്ന ആളുകൾ, അവർ സ്വർഗത്തിൽ പോണോ വേണ്ടയോ? പോണോ വേണ്ടയോ? ഞാൻ വന്നത് നീതിമാന്മാരെ തേടി അല്ല, പാപികളെ തേടിയാണ്. അവരുടെയും കൂടി പാപം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അവർക്ക് ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി, അതൊരു സാമൂഹിക വ്യവസ്ഥിതി കൊണ്ടല്ലേ അവർക്ക് കുർബാന കിട്ടാത്തതും കുമ്പസാരം കിട്ടാത്തതും. അവർക്ക് കുർബാന എടുക്കാനുള്ള സൗകര്യമില്ല. ഇന്ന് സാമൂഹിക വ്യവസ്ഥിതി കൊണ്ട് എന്തോരം പേരാണ് ഈ യേശുവിൻ്റെ എക്കോണമി ഓഫ് സാൽവേഷൻ, ഈ യേശുവിൻ്റെ കൃപ ലഭിക്കാതെ മരിക്കുന്നു. കുഴപ്പമില്ല, നീ മരിച്ചു കഴിഞ്ഞ ശേഷം നമ്മളാവുന്ന വിശ്വാസികൾ അർപ്പിക്കുന്ന ബലിയുടെ യോഗ്യതയിലൂടെ അവർക്ക് വിശുദ്ധീകരണം നടക്കുന്നു. നമ്മളപ്പാപ്പന് വേണ്ടിയായിരിക്കും ഇവിടെ കുർബാന ചെല്ലിക്കണേ, നമ്മുടെ അപ്പാപ്പൻ പണ്ടേ സ്വർഗത്തിൽ ചെന്നു. പക്ഷേ ഈ അർപ്പിക്കുന്ന ബലികളെല്ലാം കാശ് കൊടുക്കുന്നത് ഒരു കാര്യമല്ല, അതിൻ്റെ ഒട്ടും കാര്യമല്ല. ഈ കുർബാന പണം കൊടുക്കുന്നതും കുർബാനയുടെ അനുഗ്രഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്ങനെയാണ് ഈ കുർബാന പണം കൊടുക്കാൻ തുടങ്ങിയെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. ഒരു കാലത്ത് ഒരു നാട്ടിൽ, ഈ നാട്ടിൽ ഒരു പള്ളി, കുറേ ക്രിസ്ത്യാനികളായി. അപ്പോൾ ഇവരെല്ലാവരും കൂടി പിതാവിൻ്റെ അടുത്ത് ചെന്നു, ഞങ്ങളിവിടെ 100 വീട്ടുകാരുണ്ട് പിതാവേ, ഞങ്ങൾക്ക് ഒരച്ഛനെ അനുവദിച്ച് കിട്ടണം. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളൊരു പള്ളി പണിയണം, എന്നിട്ട് വായോ. അതോടൊപ്പം ഈ അച്ഛൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ അച്ഛന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ചിലവ് നിങ്ങൾ തന്നെ എടുക്കണം, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അപ്പോൾ ഇവർ വന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി, നമുക്ക് പള്ളി പണിയണം, പള്ളി കമ്മിറ്റി. അതിന് പിരിവിട്ടു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മളെ ഈ അച്ഛൻ വരുമ്പോൾ അച്ഛന് നമുക്ക് വേണ്ട മാതിരി എല്ലാം കൊടുക്കണം. അത് ശരിയാണല്ലോ. അച്ഛന് ഭക്ഷണത്തിനൊക്കെ ആയിട്ടൊരു വകുപ്പ്, അച്ഛൻ്റെ വേറെ പോക്കറ്റ് പണിയായിട്ട് വേറൊരു വകുപ്പ്, പിന്നെ അച്ഛന് എന്തെങ്കിലും ദിവ്യകാരുണ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് അച്ഛൻ്റെ അടുത്ത് ആൾക്കാർ, പാവങ്ങളൊക്കെ വന്ന് അച്ഛൻ എന്തെങ്കിലും കൊടുക്കണ്ടേ. അതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാം, ഒരു പിരിവ് നമുക്ക് അച്ഛൻ്റെ ഭക്ഷണ കാര്യങ്ങൾക്കായിട്ട്, ഒരു പിരിവ് അച്ഛനിങ്ങനെ ദൈവിക കാര്യങ്ങൾക്കായിട്ട് ചെലവാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഓരോ കുർബാന ചെല്ലണതിനും ഒരു ചെറിയ തുക നമുക്ക് കൊടുക്കാം. ആ തുക അച്ഛന് ഇഷ്ടമുള്ള മാതിരി നല്ല കാര്യത്തിന് ഉപയോഗിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.
അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ നല്ല അച്ഛന് കൊടുക്കുന്ന തുക അല്ലെങ്കിൽ ആ കുർബാന പണം കൊടുക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് പാവങ്ങൾക്കോ ദരിദ്രർക്കോ, അച്ഛൻ വേറെ ആർക്ക് കൊടുക്കാനാണ്? അച്ഛനിത് അച്ഛൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾക്കോ മറ്റ് ദരിദ്രർക്കോ എല്ലാം കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന്, ഫോറിനിൽ നിന്നൊക്കെ നമ്മളുടെ ഇടവകളിലേക്ക് അവിടുത്തെ ആളുകൾ കുർബാന ചെല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ പൈസ അയക്കുന്നു. അത് മേടിച്ച് നമ്മളിവിടെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കണു. അത് മറ്റൊരു തരത്തിൽ അനുഗ്രഹമായിട്ട് മാറുന്നു. കുർബാന അർപ്പിക്കുന്നത് കർത്താവ് ഈശോ മിശിഹ ലോകം മുഴുവനും വേണ്ടി അർപ്പിച്ച ബലിയാണ്. ആ ലോകം മുഴുവനും വേണ്ടി അർപ്പിച്ച ബലിയിൽ ഇവിടെയുള്ളവർക്കും മരണാനന്തര ശുദ്ധീകരണത്തിനും വേണ്ടിയുള്ളത് ആ ബലി അർപ്പണത്തിലുണ്ട്. അതാണ് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്മിൽ അനുഭവത്താൽ മോട്ടത്തിൽ ചേരുവാനിട ഉണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിന്റെ വില തീരാത്ത തിരുരക്തത്തിന്റെ യോഗ്യതയാൽ മരിച്ച ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. അപ്പൊ അത് നമ്മുടെ അപ്പാപ്പന് വേണ്ടി മാത്രമല്ല, എല്ലാ മരിച്ചവരുടെയും ആത്മാക്കൾക്ക് ഇത് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ജയിലിലും ഇങ്ങനെയുള്ള സ്ഥലത്തും എല്ലാം കിടന്ന് മരിക്കുന്ന ആൾക്കാർ. 5 മിനിറ്റ്സ് കൂടി. അപ്പോൾ ഇതാണ് ശുദ്ധീകരണ സ്ഥലം. ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് കഴിയുമ്പോൾ പല പുസ്തകങ്ങളും ഒരുപാട് പേര് അടിച്ചിറക്കിയിട്ടുണ്ട്. അതിലൊന്നും സഭയുടെ പ്രബോധനങ്ങളില്ല. CCCയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു പുസ്തകമുണ്ട്, CCCയിൽ 3 പാരഗ്രാഫേ എഴുതിയിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ലോകത്തിലുള്ള കുറേ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മൾ പേടിപ്പിക്കും. ശുദ്ധീകരണം എന്നത് കർത്താവ് ഈശോ മിശിഹായുടെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുണയുടെയും പ്രവർത്തനമാണത്. നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു അഗ്നി അല്ല അത്, സ്നേഹാഗ്നിയാണത്. ആ സ്നേഹത്തിൻ്റെ കരുണയുടെ കുർബാനയിൽ മുഴുവനും നമ്മൾ പാടുന്നത് കുരിയലൈസോൻ 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 എന്ന് 3 പ്രാവശ്യം പറയണം. അതെല്ലാം പറഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ തീയിലിട്ട് പൊരിക്കാനാണോ ഈ പറയണത്? പറയും. അപ്പൊ എന്താ നമ്മളുടെ ഹൃദയം കാണേണ്ടത്? ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ വഷളാക്കുന്നില്ല. നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് മനസ്സിലാവുള്ളൂ. 2 സന്ദേശങ്ങളുണ്ട്. ഒന്ന്, ഈ സന്ദേശങ്ങൾ, ഈ വിശുദ്ധർക്ക് കിട്ടിയ സന്ദേശങ്ങളെ അതിൻ്റെ വ്യാഖ്യാനം അവർ തന്നെ എഴുതിയിട്ടുണ്ട്. അത് പഠിക്കണം നമ്മൾ. ഇപ്പോൾ ഫാത്തിമയിലെ കൊച്ചുങ്ങൾക്ക് നരകത്തിൽ ആത്മാക്കൾ പോകണതിൻ്റെ ദർശനം കിട്ടിയെങ്കിൽ അടുത്ത മാതാവ് അവരോട് പറഞ്ഞേക്കാണ്, അതുകൊണ്ട് മക്കളെ നിങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്ക്. എങ്ങനെ പ്രാർത്ഥിക്കണം? ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പൊ നരകാഗ്നിയിൽ ആരെങ്കിലും പോകണമെന്ന് മാതാവോ ഈശോയോ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകുന്നതിനും ഒരു വീര്യമുണ്ടാകുന്നതിനും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള വാണിംഗ് മെസ്സേജുകളാണതെല്ലാം. ഓക്കെ, ഇനി നരകം എന്നത് മനസ്തപിച്ച് ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരക പാപത്തിൽ മരിക്കുക എന്നതിന്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിൽക്കുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു. അപ്പൊ ഒരാൾക്ക് ഈ ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹത്തെ തിരസ്കരിക്കുകയും മാരകമായ പാപത്തിൽ നിലനിൽക്കുകയും പശ്ചാത്താപിക്കാതെ മരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തർക്കും ഈ സഭാ ശരീരത്തിലെ ഒരവയവമായ
ഈ വ്യക്തിയെ